هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഖലഖ ലകും മാ ഫിൽ അർദ്, അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു. ഇദ്ഗാം മിസ്ലൈൻ സഗീർ അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നാണ് പറയാറുള്ളത്. അവിടെ 2 മീമും പരസ്പരം ലയിപ്പിച്ച് ഷദ്ദുള്ള ഒരു മീമാക്കി ഉച്ചരിക്കേണ്ടതാണ് മണിച്ചുകൊണ്ട്. ഖലഖ ലകും മാ ഫിൽ അർദ്. ഖലഖ എന്ന വാക്കിലെ ഖാ ഉച്ചരിക്കുമ്പോൾ കനപ്പിക്കേണ്ടതാണ്. ثم استوى إلى, അവിടെ ثم എന്ന വാക്കിൽ മണിക്കേണ്ടതാണ്. استوى إلى السماء, അവിടെ 2 സ്ഥലങ്ങളിലും ദീർഘിപ്പിക്കേണ്ടതാണ്. ഒന്നാമത്തെ ദീർഘം അൽ മദ്ദുൽ മുൻഫസിൽ, രണ്ടാമത്തെ ദീർഘം അൽ മദ്ദുൽ മുത്തസിലാണ്. 4 5 ഖദ്ർ ഇരു മദ്ദുകളും ദീർഘിപ്പിക്കേണ്ടതാണ്. ഫസവ്വാഹുന്ന 7 സമാവാത്ത്, അവിടെ നൂന്റെ മേലെ ശബ്ദ് വന്നിട്ടുണ്ട്, 2 ഖദ്ർ മണിക്കേണ്ടതാണ്. 7 ബാഇന്റെ മേലെ സുക്കൂന് വന്നു, അവിടെ ഖൽഖല ചെയ്യേണ്ടതാണ്. 7 എന്ന രീതിയിൽ വായിക്കാൻ പാടില്ല, 7 എന്ന് തന്നെ വായിക്കണം. സമാവാത്ത് എന്ന വാക്കിൽ നിർത്തുമ്പോൾ ഹംസ് എന്ന ഗുണം നാം പാലിക്കേണ്ടതാണ്. ഹംസ് എന്ന് വച്ചാൽ തജ്വീദിന്റെ ഭാഷയിൽ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വരണം എന്നാണ്. അപ്പോൾ 7 സമാവാത്ത് അവിടെ നാം വഖഫ് ചെയ്യുമ്പോൾ നിർത്തുകയാണെങ്കിൽ ഹംസ് എന്ന സിഫത്ത് ഗുണം നാം പാലിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അലീം എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ 2 4 6 ഖദ്ർ ദർഭിക്കാം. അൽ മദ്ദുൽ ആരിദ് ലിസ്സുകൂൻ എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഹുവ അവൻ, അല്ലദി യാതൊരുവനാണ്, ഖലഖ സൃഷ്ടിച്ചു, ലക്കും നിങ്ങൾക്ക്, മാ ഫിൽ അർളി ഭൂമിയിലുള്ളത്, ജമീഅൻ മുഴുവനും, സുമ്മ പിന്നെ, ഇസ്തവ അവൻ ഉയർന്നു, ഇലസ്സമായി ആകാശത്തിലേക്ക്, ഫസവ്വാഹുന്ന എന്നിട്ട് അവയെ ശരിപ്പെടുത്തി, 7 സമാവാത്തിൻ ആകാശങ്ങൾ, വഹുവ അവൻ, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെപ്പറ്റിയും, അലീം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്, പിന്നെ
അവൻ ആകാശത്തിലേക്ക് ഉയർന്ന് അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു. അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനുമാകുന്നു. എന്ന സൂറത്തുൽ ബഖറയിലെ ഈ 29-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ഇവിടെ കഴിഞ്ഞ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അതിലൂടെ അള്ളാഹുവിന്റെ അസ്തിത്വവും അള്ളാഹുവിന്റെ കഴിവുമൊക്കെ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിനു വേണ്ടി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ 29-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ കണക്കറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെക്കുറിച്ചും അവന്റെ അറിവിനെക്കുറിച്ചുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് ഇൻഷാ അള്ളാഹ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. ഈ ഭൂമിയിൽ നിലവിലുള്ള വസ്തുക്കളെല്ലാം മനുഷ്യന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു ഇതര ജീവികളിൽ നിന്നും മനുഷ്യന് നൽകിയ സ്ഥാനമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ പ്രസ്താവന അത് അറിയിക്കുന്നത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിന്റെ താല്പര്യം അത് ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്നല്ല, മനുഷ്യ സമൂഹത്തിന്റെ പൊതുവെയുള്ള നന്മകൾക്ക് വേണ്ടി അതിനുവേണ്ടിയാണ് ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭൂമിയിൽ അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹമായി ലഭിച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ ചില ഉപാധികളും നിയമങ്ങളും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. അതാണ് മതത്തിലൂടെ ശരീഅത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളത്. സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, പിന്നെ അവൻ ആകാശത്തിലേക്ക് ഉയർന്ന് അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പിന്നെ അവൻ ആകാശത്തിലേക്ക് ഉയർന്ന് അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഭൂമിയിലെ വിഭവങ്ങളെല്ലാം സൃഷ്ടിച്ച ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശം സൃഷ്ടിച്ചത് എന്നല്ല. പൂർവികരാരും സഹോദരങ്ങളെ ആ രൂപത്തിൽ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടില്ല. അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ ബനാഹ, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവർ, അതല്ല ആകാശമാണോ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. റഫഅ സംകഹ ഫസവ്വാഹ, അതിന്റെ വിധാനം അവൻ ഉയർത്തുകയും അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വഅഖ്തശ ലൈലഹ വഅഖ്റജ ദുആഹ, അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കുകയും അതിലെ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വൽ അർള ബഅദ ദാലിക ദഹാ, അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയെ അവൻ പരത്തിയിരിക്കുന്നു എന്ന് സൂറത്തു നാസിയാത്തിലെ 27 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ആകാശ സൃഷ്ടിപ്പിന് ശേഷമാണ് വൽ അർള ബഅദ ദാലിക ദഹാഹ, അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആകാശലോകങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുമൊക്കെ തഫ്സീർ പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അവർ വളരെ കൃത്യമായിക്കൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിൽ നിന്നും പകർത്തിയെടുത്തുകൊണ്ട് അത് സ്വഹാബികൾ മനസ്സിലാക്കിയ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള വിഷയമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു റിവായത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സുഹൈഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയത്തെക്കുറിച്ച്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നീട് ആകാശങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം മാത്രമാണ് ഭൂമിയെ വികസിപ്പിച്ചത് അഥവാ ഭൂമിയെ പരത്തിയത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അഭിപ്രായമാണ് ഇമാം ഇബ്നു ജരീർ അത്ത്-തബ്രി റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ പ്രബലമാക്കിയിട്ടുള്ള അഭിപ്രായമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന 29-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. അതിനുശേഷം സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ 7 ആകാശങ്ങളാക്കി
ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സുമ്മ എന്ന് പറഞ്ഞത്, അഥവാ പിന്നെ അള്ളാഹു ആകാശത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന് പറഞ്ഞത്, ഇവിടെ ഈ ആയത്തിൽ ഉപയോഗിച്ച സുമ്മ എന്ന അവ്യയത്തിന് പിന്നെ എന്നാണ് സാധാരണ അർത്ഥം നൽകപ്പെടാറുള്ളത്. തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഇത് അറബി ഭാഷയിൽ സംഭവങ്ങളുടെ കാലക്രമത്തെ സൂചിപ്പിക്കുവാൻ മാത്രമല്ല അറബിയിൽ പ്രയോഗിക്കപ്പെടുന്നത്, മറിച്ച് വിവരണക്രമം സൂചിപ്പിക്കുവാനും ഇത്തരം അവയവങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നതാണ്. ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് നീങ്ങുന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അറബിയിൽ സുമ്മ എന്ന് ഉപയോഗിക്കാറുള്ളത്. ഏതുപോലെ ഒരാൾ പറയുകയാണ്, നീ ഇന്ന് എങ്ങോട്ട് പോയതാണെന്ന് എനിക്കറിയാം, പിന്നെ നീ ഇന്നലെ എങ്ങോട്ട് പോയതാണെന്നും എനിക്കറിയാം. സഹോദരങ്ങളെ, ഈ പ്രയോഗത്തിൽ നിന്ന് ആരും ഇന്നലത്തെ യാത്ര ഇന്നത്തെ യാത്രയ്ക്ക് ശേഷമാണ് എന്ന് ആരും തന്നെ ഈ രൂപത്തിൽ പറയുകയില്ല. ഇതൊക്കെ ഭാഷയിലുള്ള പ്രയോഗങ്ങളാണ്. അതുകൊണ്ടാണ് പൂർവികരായ പണ്ഡിതന്മാർ, സ്വഹാബികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിന്റെ അഗ്രഗണ്യരായ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് അവിടെയാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിക്രമം വിവരിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അക്കാര്യം നമുക്ക് വളരെ എളുപ്പമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുവാൻ വേണ്ടി കഴിയുക? നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യുമെന്ന 28-ാമത്തെ ആയത്ത്. ഈ കാര്യം പറഞ്ഞ ശേഷമാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല 29-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് എന്ന്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം അത് ഭൂമിയും അതിലെ അനുഗ്രഹങ്ങളുമാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളോട് ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുവാനാണ്. അതിനുശേഷം മനുഷ്യൻ താമസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചും തുടർന്ന് അള്ളാഹു എങ്ങനെയാണ് ആകാശത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ അസ്തിത്വവും അള്ളാഹുവിന്റെ കഴിവും അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട അനിവാര്യതയും പഠിപ്പിക്കുകയാണ് ഇത്തരം ആയത്തുകൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഈ ആയത്തിൽ പരാമർശിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.